Hey guys, welcome back to my channel. ഞാൻ ഗോപു ചന്ദ്രൻ. So, നമ്മുടെ കൈനമാറ്റിക്സ് പാർട്ട് 2 കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവര് അതുകൂടി കണ്ട ശേഷം പാർട്ട് 2 കാണാം. ഓൾസോ തിയറി കൂടി റിവൈസ് ചെയ്ത ശേഷം കാണാൻ ശ്രമിക്കുക. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ്റെ എല്ലാം ലിങ്ക്സ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. A particle moves a distance x. X ന്റെ വാല്യൂ തന്നിട്ടുണ്ട് t plus 5 whole raised to minus 1 ആണ്. അങ്ങനെയാണെങ്കിൽ acceleration proportional to എന്താണ്? ഡിസ്റ്റൻസും വെലോസിറ്റിന്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? x equal to t plus 5 whole raised to minus 1 എന്ന് തന്നിട്ടുണ്ട്. ഇതിനർത്ഥം എന്താ? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? t plus 5 എന്ന് പറയുന്നത് x raised to minus 1 എന്ന് എഴുതിക്കൂടെ? That is 1 by x. അല്ലേ? Now differentiate with respect to x. Differentiate with respect to x. എന്ന് വെച്ചാൽ എന്താ? dt by dx. dt by dx equal to എന്ത് കിട്ടും? minus 1 by x square എന്ന് കിട്ടും. എന്താ ഈ dt by dx എന്ന് വെച്ചാൽ 1 by velocity അല്ലേ? 1 by velocity അല്ലേ? dx by dt velocity ആണ്. അപ്പൊ dt by dx 1 by velocity ആണ്. അതാണ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ. അല്ലെങ്കിൽ നമുക്ക് v ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. v ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ ഞാൻ ഇക്വേഷൻ 1 എന്ന് എഴുതുന്നുണ്ട്. ഇവിടുന്ന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് വി എന്ന് എഴുതാം. വേണമെങ്കിൽ അങ്ങനെയും എഴുതാം കേട്ടോ. എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് വി. ശരി, ഇനി ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. v ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? dv by dt equal to minus 2x into dx by dt. What is dv by dt? Acceleration ആണ്. a equal to minus 2x into dx by dt ക്ക് v എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് acceleration equal to minus 2x into velocity equal to എന്താ? minus x square അല്ലേ? velocity എന്ന് വെച്ചാൽ minus x square ആണ്. അപ്പൊ acceleration equal to 2x cube എന്ന് കിട്ടും. That is acceleration proportional to x cube എന്ന് കിട്ടും. ഡിസ്റ്റൻസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷൻ ഇല്ല. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. തെറ്റാണ്. ഡിസ്റ്റൻസ് ക്യൂബ് ആണ് അല്ലെ? അപ്പൊ ഇതും തെറ്റാണ്. ഓപ്ഷൻ ബിയും സിയും തെറ്റാണ്. അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ വെലോസിറ്റിന്റെ ടേംസിൽ എഴുതിയാൽ മതി. നോക്കിയേ, എക്സ് ഈക്വൽ ടു എന്താ? മൈനസ് റൂട്ട് വി അല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് വി. That is minus v raised to 1 by 2 എന്ന് എഴുതാം. അത് acceleration സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. acceleration proportional to എന്താ? x cube അല്ലേ? x ന് എന്ത് കൊടുക്കുക? വെലോസിറ്റിന് പ്രൊപ്പോർഷണൽ അല്ലേ? സോ v raised to 1 by 2 whole cube എന്ന് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് acceleration proportional to v raised to 3 by 2 എന്ന് കിട്ടും. acceleration proportional to v raised to 3 by 2. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ഡി തെറ്റി. ക്ലിയർ ആണോ? എന്തൊക്കെയാ ചെയ്ത്? എക്സ് ഈക്വൽ ടു ടി പ്ലസ് 5 ഹോൾ റേസ് ടു മൈനസ് 1 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടി പ്ലസ് 5 എന്ന് വെച്ചാൽ എക്സ് റേസ് ടു മൈനസ് 1 1 ബൈ എക്സ് എന്ന് എഴുതാം. ഡി ടി ബൈ ഡി എക്സ് ചെയ്യുമ്പോൾ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. വാട്ട് ഈസ് ഡി ടി ബൈ ഡി എക്സ്? 1 ബൈ വെലോസിറ്റി ആണ്. അവിടുന്ന് വി ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓർ എക്സ് ഈക്വൽ ടു മൈനസ് റൂട്ട് വി എന്ന് കിട്ടും. ഇനി ഇതിനെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. എ ഈക്വൽ ടു മൈനസ് 2x വി എന്ന് കിട്ടും. അപ്പൊ വെലോസിറ്റിക്ക് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ പ്രൊപ്പോർഷണൽ ടു എക്സ് ക്യൂബ് എന്ന് കിട്ടും. അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പൊ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിനെ വെലോസിറ്റിന്റെ ടേംസിൽ എഴുതുമ്പോൾ acceleration proportional to v raised to 3 by 2 എന്ന് കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം. ഒരു ചോദ്യം നോക്കി. A stone falls freely under gravity. Falling freely ആണ്. Distance covered h1, h2, h3. First 5 second, next 5 second, next 5 second. അപ്പൊ ഈ ഫസ്റ്റ് 5 സെക്കൻഡ് നെക്സ്റ്റ് 5 സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? ഈക്വൽ ടൈം ഇന്റർവെൽ ആണ്. ഈക്വൽ ടൈം ഇന്റർവെൽ ആണ്. ഈക്വൽ ടൈം ഇന്റർവെൽ ആണെങ്കിൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ, ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എങ്ങനെയാ വരിക? ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ റേഷ്യോ 1 ഓഡ് നമ്പറിന്റെ അല്ലെ? 1:3:5 ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ റേഷ്യോ. h1 is to h2 is to h3 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും?
ഈക്വൽ ടൈം ഇന്റർവൽ അല്ലേ 5 സെക്കൻഡ് 1:3:5 എന്നൊക്കെ കിട്ടും. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? h1/1 ഈക്വൽ ടു h2/3 ഈക്വൽ ടു h3/5 അങ്ങനെയല്ലേ വരിക? എന്നല്ലേ 1:3:5 എന്ന് പറയാൻ പറ്റുള്ളൂ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. ഇത് ടോട്ടൽ ടൈമാണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഫ്രം സ്റ്റാർട്ട്. ടോട്ടൽ ടൈം ഫ്രം സ്റ്റാർട്ട്. ടൈം ഇന്റർവലിന് പകരം ടോട്ടൽ ടൈമാണ് തന്നിരിക്കുന്നെങ്കിൽ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്നുള്ളത് എന്തായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസിന്റെ റേഷ്യോ 1:4:9 അങ്ങനെ വരും. എന്നുവെച്ചാൽ എസ് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ടൈം ആണെങ്കിൽ എസ് പ്രപ്പോർഷണൽ ടു ടി സ്ക്വയറും nth സെക്കൻഡ് ഈക്വൽ ടൈം ഇന്റർവൽ ആണെങ്കിൽ ഓഡ് നമ്പറിന്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. നോട്ട് ചെയ്യും. അടുത്ത ചോദ്യം. A boy standing at the top of a tower of 20 meter height drops a stone. G equal to 10 തന്നിട്ടുണ്ട് വെലോസിറ്റി. അതായത് ഒരു ബോഡീനെ താഴത്തേക്ക് ഡ്രോപ്പ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഹൈറ്റ് h. ഏത് വെലോസിറ്റിയിലായിരിക്കും വന്ന് ഹിറ്റ് ചെയ്യുന്നത്? അപ്പൊ ഡ്രോപ്പിങ്ങിന്റെ കേസിൽ വെലോസിറ്റി വിത്ത് വിച്ച് ബോഡി സ്ട്രൈക്ക് ദി ഗ്രൗണ്ട് ഇക്വേഷൻ എന്താ? √2gh ആണ്. √2gh. 2 into ജിക്ക് 10 കൊടുക്കുക, എച്ചിന് 20 കൊടുക്കുക. അപ്പൊ √400 കിട്ടും. എന്ന് വെച്ചാൽ 20 തന്നെ കിട്ടും. 20 ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം. A ball is dropped from a high-rise platform at t equal to 0 starting from rest. ഒരു ബോഡീനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് ബോഡി. ഇപ്പൊ നമുക്ക് ഇതിന് ബോഡി ചെയ്യുന്നു കൊടുത്തു. എച്ച് ഹൈറ്റ് നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത് വിചാരിക്കുക. അതേ ബോഡീനെ എന്ത് ചെയ്യുന്നു? വേറൊരു അനദർ ബോൾ ത്രോൺ ഡൗൺവേർഡ്. സെയിം ബോഡി അല്ല, വേറൊരു ബോള് വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ത്രോ ചെയ്യുന്നു. ലെറ്റ് യു എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ത്രോ ചെയ്യുന്നു. ഓക്കെ, യു അല്ലെങ്കിൽ വി. ഫസ്റ്റ് ബോഡി സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അതേ ഹൈറ്റിൽ നിന്ന് വേറൊരു ബോഡി വി എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ത്രോ ചെയ്യുന്നു. രണ്ടുപേരും 18 സെക്കൻഡ് കഴിയുമ്പോഴാണ് കണ്ടുമുട്ടുന്നത്. അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവൻ 18 സെക്കൻഡ് ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ബോഡി എത്ര മണിക്ക് 6 സെക്കൻഡ് കഴിഞ്ഞിട്ട് എറിയുന്നു. രണ്ടാമത്തെ ബോഡി 6 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് എറിയുന്നത് അല്ലേ? രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ബോഡി 18 സെക്കൻഡ് എടുത്തു മീറ്റ് ചെയ്യാൻ. അപ്പൊ രണ്ടാമത്തെ ബോഡി എത്ര എടുക്കുള്ളൂ? 12 സെക്കൻഡ് എടുക്കുള്ളൂ. എന്തുകൊണ്ടാ? ഓൾറെഡി 6 സെക്കൻഡ് കഴിഞ്ഞു. ആദ്യത്തെ ബോഡി എറിഞ്ഞിട്ട് എ എന്ന് പറയുന്ന ബോഡിനെ ഡ്രോപ്പ് ചെയ്ത ശേഷം ഒരു 6 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ബോഡീനെ ത്രോ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ആൾ 18 സെക്കൻഡ് എടുത്താൽ രണ്ടാമത്തെ ആൾ അതിനേക്കാൾ ഒരു 6 സെക്കൻഡ് കുറവായിരിക്കും, 12 സെക്കൻഡ് എടുക്കുള്ളൂ. രണ്ടുപേരും യാത്ര ചെയ്യുന്ന ഹൈറ്റ് സെയിം ആയിരിക്കും, ഡിസ്റ്റൻസ്. സോ ആദ്യത്തെ ആളുടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്താ? ½ ആണ് ആദ്യത്തെ ആളുടെ. രണ്ടാമത്തെ ആളുടെയോ ut plus ½ ആണ് അല്ലെ? രണ്ടാമത്തെ ആളുടെ ut plus ½ ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഇത് രണ്ടും സെയിം ആണ്. രണ്ടുപേരും യാത്ര ചെയ്യുന്ന ഹൈറ്റ് സെയിം ആണ്. നമുക്ക് ജിക്ക് 10 എന്ന് കൊടുക്കാം. എ എന്ന് പറയുന്നത് 18 സ്ക്വയർ ആണെങ്കിൽ മറ്റേവൻ എന്താ? യു ഈക്വൽ ടു വി ഇൻറ്റു ടി അല്ലേ? യുവിന് വി തന്നിട്ടുണ്ട്. ടൈം 12 സെക്കൻഡ് ആണ്. പ്ലസ് ½ ഇൻറ്റു 10 ഇൻറ്റു 12 സ്ക്വയർ എന്ന് കിട്ടും. or you can write as 12v equal to ½ into 10 into 18 square minus ½ into 10 into 12 square എന്നുള്ള. ½ into 10 കോമൺ ആയി പുറത്തെടുക്കുകയാണെങ്കിൽ you will get 18 square minus 12 square. What is ½ into 10? 5. a square minus b square എന്താ? a plus b into a minus b. 18 plus 12 30 into 6 എന്ന് കിട്ടും. That is 12v. So what is v equal to? 5 into 30 into 6/12. ഇത് 2 times, ഇത് 5 times അല്ലേ? 15 times.
15 into 5 75 എന്ന് വരും. So answer 75 meter per second option 75 meter per second option A. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നോക്കിയേ. പാർട്ടിക്കിൾ സ്റ്റാർട്ട് ഇറ്റ്സ് മോഷൻ ഫ്രം റെസ്റ്റ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ്. ഫസ്റ്റ് 10 സെക്കൻഡിൽ S1 ഡിസ്റ്റൻസ്, ഫസ്റ്റ് 20 സെക്കൻഡിൽ. അപ്പൊ ഫസ്റ്റ് എന്നുള്ള ടൈമാണ് പറയുന്നത്, ടോട്ടൽ ടൈമാണ് തന്നിരിക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ S പ്രപ്പോർഷണൽ ടു T സ്ക്വയർ ആണ്. S പ്രപ്പോർഷണൽ ടു D സ്ക്വയർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? S2 by S1 എന്ന് പറയുന്നത് T2 by T1 ഹോൾ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് 20 by 10 ഹോൾ സ്ക്വയർ ആയിരിക്കും. You will get 2 square, that is 4, or S2 equal to 4S1 എന്ന് കിട്ടും. S2 equal to 4S1 എന്ന് കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ. ഈ ഒരു ചോദ്യം നോക്കാം. A ball is thrown vertically upwards with a speed u. ഒരു ബോഡി നമ്മൾ വെർട്ടിക്കലി മുകളിലോട്ടേക്ക് എറിഞ്ഞു. ഒരു ബോഡി നമ്മൾ വെർട്ടിക്കലി മുകളിലോട്ടേക്ക് എറിഞ്ഞു വിത്ത് സ്പീഡ് u. അവസാനത്തെ T സെക്കൻഡിൽ, ലാസ്റ്റ് T സെക്കൻഡിൽ അത് എത്ര ഡിസ്റ്റൻസ് യാത്ര ചെയ്തിട്ടുണ്ടാവും? ലാസ്റ്റ് T സെക്കൻഡിൽ അത് എത്ര ഡിസ്റ്റൻസ് യാത്ര ചെയ്തിട്ടുണ്ടാവുന്ന ചോദ്യം. ലാസ്റ്റ് T സെക്കൻഡിൽ. ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ലാസ്റ്റ് T സെക്കൻഡിൽ മുകളിലോട്ട് എറിയുമ്പോൾ യാത്ര ചെയ്യുന്ന ദൂരം എന്ന് പറയുന്നത്, ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു ബോഡി ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു ബോഡി നമ്മൾ ഡ്രോപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. മുകളിലോട്ട് എറിയുന്നതിന് പകരം തിരിച്ചു ചിന്തിക്കുക. ഫസ്റ്റ് T സെക്കൻഡില് സെയിം H ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്. കൺസെപ്റ്റ് എന്താ? ഒരു ബോഡി നമ്മൾ മുകളിലോട്ടേക്ക് എറിയുന്നു, അവസാനത്തെ T സെക്കൻഡിൽ H ഡിസ്റ്റൻസ് ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, സെയിം ബോഡി മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് T സെക്കൻഡിൽ അത് തന്നെ ആയിരിക്കും യാത്ര ചെയ്യുന്നത്, H തന്നെയായിരിക്കും യാത്ര ചെയ്യുന്നത്. സോ മുകളിലോട്ടേക്ക് ലാസ്റ്റ് 1 സെക്കൻഡിൽ യാത്ര ചെയ്യുന്ന ദൂരവും താഴത്തോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് 1 സെക്കൻഡിൽ യാത്ര ചെയ്യുന്ന ദൂരവും സെയിം ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ ചിന്തിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡ്രോപ്പിംഗ് ആണെങ്കിൽ H ഈക്വൽ ടു T സെക്കൻഡ് അല്ലേ, ഹാഫ് GT സ്ക്വയർ. ഹാഫ് GT സ്ക്വയർ ഓപ്ഷൻ ബി. ഹാഫ് GT സ്ക്വയർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചോദ്യം നോക്കാം. ഒരു ബസ് 10 മീറ്റർ പെർ സെക്കൻഡിൽ സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ബസ്സിന് 100 സെക്കൻഡിൽ ഒരു സ്കൂട്ടറിനെ ഓവർടേക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബസ് 1 കിലോമീറ്റർ ദൂരത്തായി. ഈ സ്കൂട്ടറിൽ നിന്നും ബസ്, ഇപ്പൊ സ്കൂട്ടർ ഇവിടെ ഉണ്ട്, ഇവിടെ ബസ് ഉണ്ട്. ഇവിടെ 1 കിലോമീറ്റർ 1000 മീറ്റർ അപ്പുറത്താണ് ബസ് നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് ബസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ 100 സെക്കൻഡിലാണ് ഓവർടേക്ക് ചെയ്യേണ്ടതെങ്കിൽ ഈ ഒരു സ്കൂട്ടറിസ്റ്റിന്റെ സ്പീഡ് എന്താണെന്ന ചോദ്യം. ഏത് സ്പീഡിലും സ്കൂട്ടർ മൂവ് ചെയ്യുമ്പോഴായിരിക്കും 100 സെക്കൻഡിൽ ബസ്സിനെ ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബസ് 100 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? ബസ് എന്ന് പറയുന്നത് 100 സെക്കൻഡിൽ നമുക്കറിയാം ബസ്സിന്റെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ, ഇൻറ്റു 100. 100 സെക്കൻഡിൽ ബസ് ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവില്ലേ? അപ്പോ സ്കൂട്ടറിനും ഇത്രയും ദൂരം സഞ്ചരിക്കണ്ടേ? ബസ് കവർ ചെയ്ത് ഇത്രയും ദൂരം സ്കൂട്ടറിന് സഞ്ചരിക്കണ്ടേ? അത് കൂടാതെ ഓൾറെഡി എത്രയുണ്ട്? ഒരു 1000 മീറ്റർ പുറകിലാണ് സ്കൂട്ടർ. അപ്പൊ ഓൾറെഡി ഈ ഒരു 1000 മീറ്റർ സ്കൂട്ടറിനെ കവർ ചെയ്യണം. അത് കൂടാതെ എന്ത് ചെയ്യണം? ഈ ഒരു 10 × 100 ബസ് യാത്ര ചെയ്യുന്ന 10 സെക്കൻഡ് ദൂരം കൂടി സ്കൂട്ടറിനെ കവർ ചെയ്യണം. അങ്ങനെ 2000 മീറ്റർ സ്കൂട്ടറിനെ കവർ ചെയ്യണം. സ്കൂട്ടറിന് 2000 മീറ്റർ കവർ ചെയ്താലേ ബസ്സിന്റെ ഒപ്പം എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 2000 ഈക്വൽ ടു എന്ത് എഴുതാം? സ്കൂട്ടറിന്റെ സ്പീഡ് ഇൻറ്റു സ്കൂട്ടറിന്റെ ടൈം 100 സെക്കൻഡ്. അപ്പൊ സ്കൂട്ടറിന്റെ സ്പീഡ് എന്ത് കിട്ടും? 2000/100, that is equal to 20 മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി. ഇതൊരു മെത്തേഡ്.
ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ് സ്പീഡിന്റെ മെത്തേഡ് നോക്കാം. റിലേറ്റീവ് സ്പീഡ്, ബസ്സും സ്കൂട്ടറും രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഇവരുടെ റിലേറ്റീവ് സ്പീഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? റിലേറ്റീവ് സ്പീഡ് സ്പീഡ് ഓഫ് സ്കൂട്ടർ മൈനസ് സ്പീഡ് ഓഫ് ബസ്. റിലേറ്റീവ് ഡിസ്റ്റൻസ് എത്രയാ? റിലേറ്റീവ് ഡിസ്റ്റൻസ് രണ്ടുപേരും തമ്മിലുള്ള ദൂരം 1000 മീറ്റർ. 1000 മീറ്റർ അല്ലേ? അപ്പൊ നമുക്കറിയാം റിലേറ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ? റിലേറ്റീവ് സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പൊ 1000 ഈക്വൽ ടു വി സ്കൂട്ടർ മൈനസ് വി ബസ് ഇൻറ്റു ടൈം 100. 2 ക്യാൻസൽ ആയി. 10 ഈക്വൽ ടു വി സ്കൂട്ടർ മൈനസ് 10 ഓർ വി എസ് ഈക്വൽ ടു 10 പ്ലസ് 10. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അടുത്തൊരു സെഷൻ നെക്സ്റ്റ് ഡേ വരാം, കൈനമാറ്റിക്സ് പാർട്ട് 3 ആയിട്ട്. സോ ദാറ്റ് ബൈ, സീ യു, ടേക്ക് കെയർ.